Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താ വൈറ്റ് കളറിലെ മെറ്റീരിയൽ എടുത്ത് വെച്ചിരിക്കുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ അതാ ഈ ഒരു 3 ഷെയ്ഡിലുള്ള ത്രെഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്രീന്, വൈറ്റ്, അതുപോലെ ഡാർക്ക് റെഡ്. പിന്നെ നീഡിൽ വന്നിട്ട് നീഡിൽ നമ്പർ 7 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീഡിൽ നമ്പർ 1 നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലെ ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് നീഡിൽ നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ആദ്യം സ്കെയിൽ വെച്ചിട്ട് അളവെടുത്തതിന് ശേഷം വരച്ചു കൊടുക്കണം. ഓരോ വരയും കറക്റ്റ് അളവിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്റർ ഭാഗം ആദ്യം കണ്ടുപിടിക്കണം. ഓരോ ലൈനിൻ്റെയും സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഒരു ഡിസൈന്, താഴെ വേറൊരു ഡിസൈൻ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ സ്റ്റെം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ആദ്യം ലൈൻ വരച്ചില്ലേ, ആ ലൈൻ ഫുൾ ഇതുപോലെ സ്റ്റെം ചെയ്ത് വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റെം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 1. അപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റെം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റെം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നമ്മൾ ഒരു ഡിസൈൻ, മുകളിലേക്ക് മറ്റൊരു ഡിസൈൻ എന്നുള്ള വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് താഴെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ് കളറിലെ ത്രെഡ് വെച്ചിട്ട് താഴെ ലേസി ഡേസി ചെയ്ത് കൊടുക്കും. പിന്നെ സെൻറ്റർ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നമ്മൾ ലോങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ അടുത്ത ലൈന് വരുമ്പോൾ ഈ ലേസി ഡേസി വരുന്ന ഭാഗത്ത് ആ ഒരു ഭാഗം ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, മുകളിൽ ലേസി ഡേസി. പിക്ചറിൽ കാണിച്ച പോലെ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ സെൻറ്റർ വരെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനിയും ബാക്കി മുകളിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ലോങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ട് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ത്രെഡ് എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. ലേസി ഡേസി സ്റ്റിച്ചൊന്നും ചെയ്തെടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. നമ്മുടെ സ്റ്റെമ്മിന് മാത്രമേ ഉള്ളൂ 8 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതുപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്.
ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.